നമുക്കൊരു വിൻഡോസ് മെഷീൻ ഹാക്ക് ചെയ്താലോ? ഓക്കെ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ 2 മെഷീൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വിൻഡോസ് മെഷീന്, ഇതാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന മെഷീന്. ഇത് കാലി ലിനക്സ് മെഷീന്. ഇത് വെച്ചിട്ടാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണം. അത് വില്ലെൻ എന്ന് പറയുന്ന ടൂളാണ്. അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഈ കമാൻഡ് യൂസ് ചെയ്യാം. sudo apt install വില്ലെൻ. പാസ്വേഡ് അടിക്കാം. ഇപ്പോൾ നമ്മുടെ ടൂൾ ഇൻസ്റ്റാൾ ആയി. ഇനി ടൂൾ നമ്മൾ റൺ ചെയ്യണം. റൺ ചെയ്യുമ്പോൾ സുഡോ പെർമിഷൻ വെച്ച് റൺ ചെയ്യണം. അപ്പോൾ സുഡോ ഓക്കെ. ഈ ടൂൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ലിസണിങ് ഹാൻഡ്ലർ സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത് 4443 എന്ന് പറയുന്ന പോർട്ടിനകത്ത്. അപ്പോൾ നമ്മൾ ഒരു പേലോഡ് സെറ്റ് ചെയ്തിട്ട് വിൻഡോസിനകത്ത് റൺ ചെയ്യുമ്പോൾ ഈ ലിസണിങ് ഇതിനകത്തോട്ട് കണക്ഷൻ വന്ന് നമുക്ക് റിമോട്ട് ആക്സസ് കിട്ടുകയാണ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ പേലോഡ് ജനറേറ്റ് ചെയ്യണം. പേലോഡ് ജനറേറ്റ് ചെയ്യാനുള്ള കമാൻഡ് ജനറേറ്റ് പേലോഡിൻ്റെ ടൈപ്പ് വിൻഡോസ്, റിവേഴ്സ് ഷെല്ലാണ്, റിവേഴ്സ് TCP എന്ന് കൊടുക്കാം. ആൻഡ് പവർ ഷെൽ വേർഷൻ 2 ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ആൾസോ ഒരു ആർഗ്യുമെന്റ് കൂടി സെറ്റ് ചെയ്യണം. അത് lhost എന്ന് പറയുന്ന ആർഗ്യുമെന്റ് ആണ്. lhost എന്ന് പറയുന്ന ആർഗ്യുമെന്റ് നമ്മുടെ അറ്റാക്കിംഗ് മെഷീൻ, അതായത് കാലി ലിനക്സിന്റെ IP അഡ്രസ് ആണ് സെറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മൾ ആദ്യം കാലി ലിനക്സിൽ പുതിയൊരു ഇൻസ്റ്റൻസ്, ടെർമിനലിന്റെ ഇൻസ്റ്റൻസ് എടുക്കാം. അതിനകത്ത് ifconfig എന്ന് ടൈപ്പ് ചെയ്യാം. ഇതിൽ ഈ ഒരു ഇന്റർഫേസിനകത്താണ് നമ്മുടെ 2 ഡിവൈസസും, അതായത് വിൻഡോസ് മെഷീനും കാലി ലിനക്സ് മെഷീനും റൺ ചെയ്യുന്നത് ഈ ഒരു നെറ്റ്വർക്കിനകത്താണ്. അപ്പോൾ ETH1 എന്ന് പറയുന്ന ഇന്റർഫേസ് ആണ്, അല്ലെങ്കിൽ ഈ IP അഡ്രസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ഇന്റർഫേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് lhost ETH1 ഇത് എൻ്റർ ചെയ്തതിന് ശേഷം നമുക്കൊരു സ്ക്രിപ്റ്റ് കിട്ടും. ആ സ്ക്രിപ്റ്റ് നമ്മൾ കോപ്പി ചെയ്യണം. കോപ്പി ചെയ്തതിന് ശേഷം ഇത് വിൻഡോസ് മെഷീനകത്ത് പവർ ഷെല്ലിൽ റൺ ചെയ്യണം. പവർ ഷെൽ ഓപ്പൺ ചെയ്യാം. ഈ കമാൻഡ് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. കമാൻഡ് പേസ്റ്റ് ചെയ്ത് എൻ്റർ ചെയ്യാം. ഈ കമാൻഡ് ഇവിടെ എക്സിക്യൂട്ട് ആയി. ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഷെല്ല് കണക്ട് ആയതായിട്ട് കാണിക്കാം. ഇനി ഇവിടെ സെഷൻസ് എന്നുള്ള കമാൻഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ള സെഷൻസ് കാണിക്കും. ഇതാണ് നമ്മുടെ ആക്റ്റീവ് ആയിട്ടുള്ള സെഷൻ. ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഷെല്ല് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് ഷെല്ല് ആ സെഷൻ ID പേസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ആ ഒരു വിൻഡോസ് മെഷീനുമായിട്ട് കണക്ട് ആയി. നമുക്കിനി ഇവിടെ ഏത് കമാൻഡ് വേണമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ കമാൻഡ് പ്രോംപ്റ്റ് വെച്ച് എല്ലാം ചെയ്യാമെന്നുള്ളതുപോലെ നമുക്ക് ഏതൊരു കമാൻഡും എക്സിക്യൂട്ട് ചെയ്യാം. PWD എന്ന് പറയുന്ന കമാൻഡ് എക്സിക്യൂട്ട് ചെയ്താൽ ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഇരിക്കുന്ന വർക്കിംഗ് ഡയറക്ടറി ഏതാണെന്ന് കാണിക്കും. അതിനായിട്ട് PWD ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ യൂസേഴ്സ് റോബോട്ട് എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഡെസ്ക്ടോപ്പിനകത്ത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം ഈ അറ്റാക്കിംഗ് മെഷീൻ വെച്ചിട്ട്. ഓക്കെ. അപ്പോൾ cd/users/desktop. ഇപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പ് എന്ന ഫോൾഡറിലോട്ട് മൂവ് ചെയ്തു. ഇനി PWD ക്ലിക്ക് ചെയ്താൽ നമുക്കത് കൺഫേം ചെയ്യാം. ഇനി PWD ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളിരിക്കുന്ന ഫോൾഡർ ഏതാണെന്ന് കാണിക്കും, അതായത് ഡെസ്ക്ടോപ്പിലാണ്. ഇനി നമുക്കിവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. mkdir വെച്ച് കമാൻഡ് വെച്ച് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പം അതിനായിട്ട് ഇവിടെ ഞാനൊരു എന്തെങ്കിലും ഒരു പേര് ഹാക്ക്ഡ് എന്നെങ്കിലും പറഞ്ഞിട്ട് ഒരു നെയിം ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഈ ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആയി. ഇനി നമ്മുടെ വിൻഡോസ് മെഷീനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുള്ളത് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാലി ലിനക്സിൽ വില്ലെൻ എന്ന് പറയുന്ന ടൂൾ വെച്ചിട്ട് ഹാക്ക് ചെയ്യുക. ഇതുപോലെ എല്ലാ കമാൻഡും, അതായത് വിൻഡോസിനകത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കമാൻഡും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ.
ഇതുപോലെയുള്ള വീഡിയോസിന് സൈബർനിക്സിനെ ഫോളോ ചെയ്യുക. ബി അവെയർ, ബി സെക്യൂർ. ബൈ ഫ്രം സൈബർനിക്സ്.